അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഇഫ്താറിന് വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി കസ്റ്റാർഡിൻ്റെ റെസിപ്പി കണ്ടാലോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ മക്കളെ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റാർഡ് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചവെള്ളം കേട്ടോ, ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാലെല്ലാം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കസ്റ്റാർഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് പൊടി ഒരിക്കലും ഡയറക്റ്റായിട്ട് ഇടരുത്, ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇടാൻ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമില്ല, കസ്റ്റാർഡിൻ്റെ ഒരു കുത്തനായിട്ടുള്ളൊരു ടേസ്റ്റ് അല്ല, അത് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളൊന്ന് നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഇതൊന്ന് ചൂടാറിക്കോട്ടെ. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. തണുത്ത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് വാട്ടർ ഇല്ലാത്ത എന്ത് ഫ്രൂട്ട്സ് തന്നെ എടുക്കാം. ഞാനിവിടെ കുരില്ലാത്ത കറുത്ത മുന്തിരി, പിന്നെ 2 റോബസ്റ്റ് പഴം, അതേപോലെ തന്നെ 2 ആപ്പിള്, പിന്നെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. ഒക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇതും ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ, അതായത് നോമ്പ് തുറക്കണതിൻ്റെ ആ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് നല്ല തിക്കായി വന്നിട്ടുണ്ട്, നല്ല തിക്ക് കൺസിസ്റ്റൻസി, അതായത് നമ്മുടെ അളവെല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാ മക്കളെ, നമ്മുടെ കസ്റ്റാർഡ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നല്ലൊരു കളർഫുൾ കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റാം. അങ്ങനെ നമ്മളിതുപോലെ സേവിങ് ക്ലാസ്സിലോട്ടൊക്കെ വെച്ച് ഇനി നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംദാൻ കരീം.